ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട്സ് ഇൻ മൈ ബാഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ ആർട്ട് മെറ്റീരിയൽസിൻ്റെ ഒക്കെ ഉള്ളൊരു ബാഗാട്ടോ ഇത്. ആർട്ട് മെറ്റീരിയൽസിനല്ല, ഞാൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത കാര്യം എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ 2-3 വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളപ്പോൾ അങ്ങനെ നാട് വിട്ടിട്ട് നമ്മുടെ കോളേജിൽ വന്നിരിക്കുകയാണ്. ഇതിപ്പോൾ എൻ്റെ ഹോസ്റ്റൽ റൂമാട്ടോ. കുഴപ്പമില്ല, അടിപൊളി റൂമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാൻ ഞാൻ വെറുതെ പറഞ്ഞ് നീട്ടി വീഡിയോയുടെ ലെങ്ത് കൂട്ടി വിടുന്നില്ല. ഇന്നപ്പോൾ നമ്മൾ നമ്മുടെ ബാഗിനകത്ത് വാട്ട്സ് ഇൻ മൈ ബാഗാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അത് നമ്മുടെ കൂടുതലും ആർട്ട് മെറ്റീരിയൽസ് തന്നെയാട്ടോ. അപ്പോൾ ഈ ഒരു ബാഗായിരുന്നു ഞാൻ കൊണ്ടത്. നല്ല കനുണ്ട് ബാഗിന്. ഈ ബാഗ് നമുക്ക് ഫ്ലൈറ്റിൽ 15 കിലോ ട്രാവലർ ബാഗിലും പിന്നെ ഒരു 7 കിലോ ഹാൻഡ് ബാഗിലായിരുന്നു കൊണ്ടുവരാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇതിനകത്ത് 15 കിലോയിൽ 8 കിലോയ്ക്ക് മേളിൽ നമ്മുടെ ആർട്ട് മെറ്റീരിയൽസ് തന്നെയായിരുന്നു. ബാക്കി കുറച്ച് സാധനങ്ങൾ മാത്രമേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഓൺ ദ വേ ആണ്, കൊറിയർ ചെയ്തിട്ട് വരാറാവുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ആർട്ട് മെറ്റീരിയൽസ് ആണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. എന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് ആഗ്രഹം ഉണ്ടാവും. ചിലർക്കൊക്കെ ചെറിയ അസൂയ വരാനായിട്ട് ചാൻസ് ഉണ്ട്, കുറച്ചധികം ആർട്ട് മെറ്റീരിയൽസ് ഒക്കെ കാണുമ്പോഴേ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആർട്ട് മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തുന്നതായിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അൺബോക്സിംഗ് ദ ബാഗ്. ഓക്കെ, ഇതാണ് നമ്മുടെ ബാഗ്. ഞാൻ ഒന്നുകൂടി കിട്ടാട്ടോ. നമുക്കപ്പോൾ എന്തായാലും ഇത് അൺബോക്സിങ് ചെയ്യാം. ഇതില് എങ്ങനെ കാണിച്ചത്, ഇതിൽ വേറൊരു ബാഗ് കൂടി ഉണ്ട്. ആ ബാഗിലാണ് നമ്മുടെ ആർട്ട് മെറ്റീരിയൽസ് എല്ലാം ഇരിക്കുന്നത്. അതുകൊണ്ട് 2 ബാഗ് കൊണ്ടുവന്നിട്ട് ഈ ഒരു ബാഗ് ഇതിനകത്ത് തന്നെ ഇറക്കി വെച്ചേക്കാണ് നമ്മുടെ ആർട്ട് മെറ്റീരിയൽസ്. കാരണം നമുക്ക് കൊണ്ടുവരാൻ കുറച്ച് പാടായിരുന്നു കേട്ടോ. പിന്നെ എന്തായാലും വെയിറ്റ് അത്രേ പറ്റുള്ളൂ. പിന്നെ നമ്മൾ വേറെ എന്ത് എടുത്ത് വെക്കാനും പറ്റില്ല, വേറെ അധികം സ്ഥലമൊന്നും എടുത്ത് വെക്കാൻ പറ്റില്ല കേട്ടോ. എന്തായാലും നമ്മുടെ ആർട്ട് മെറ്റീരിയൽസിന്റെ ബാഗ് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇതാണ് നമ്മുടെ ആർട്ട് മെറ്റീരിയൽസിന്റെ ബാഗ് കേട്ടോ. ഇതിൽ ഫുൾ ആർട്ട് മെറ്റീരിയൽസ് ആണ്. ഭയങ്കര വെയിറ്റ് ഉണ്ട് ഈ ഒരു ബാഗിന്. നമുക്ക് ഈ ഒരു വലിയ ട്രോളി ബാഗ് നമുക്ക് താഴേക്ക് ഇറക്കി വെക്കാം. അപ്പോഴേ ഇതാട്ടോ നമ്മുടെ ബാഗ്. ഇതിങ്ങനെ നമുക്ക് തുറക്കല്ലേ. തുറക്കണ കണ്ട് പേടിക്കണ്ട. ആദ്യം കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ആരും ഒന്നും കണ്ട് പേടിക്കണ്ട. അപ്പൊ ഇതാട്ടോ നമ്മുടെ ബാഗ്. ഇതിൽ കുറേ ആർട്ട് മെറ്റീരിയൽസ് ഉണ്ട്. ഉള്ളത് കുറച്ചേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ബാഗിലുള്ള വെയിറ്റിന്റെ പരിമിതികൾ കാരണം കുറച്ച് വെയിറ്റ് നമുക്ക് എടുത്തു വെക്കാൻ പറ്റിയിരുന്നുള്ളൂ. ബാക്കി നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ അവിടെ നിന്ന് എത്തിക്കണം ഇങ്ങോട്ട്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിക്കണം. നമുക്ക് ഉള്ളതിൽ മിനിമം നമുക്ക് കൊണ്ടുവരാനായിട്ട് മാക്സിമം അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആർട്ട് മെറ്റീരിയൽസ് തന്നെ കുറേ വീട്ടിലിരിപ്പുണ്ട്. ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ വരുമ്പോഴൊക്കെ കൊണ്ടുവരാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഉള്ള കാര്യങ്ങളാണ് നിങ്ങൾ കാണിക്കാനായിട്ട് പോകുന്നത്. നമുക്കപ്പം ഫർദറായിട്ടൊന്നും കാണാം. ആദ്യം കുറച്ച് നമ്മൾ ചെയ്ത അസൈൻമെൻറ്റും വർക്കും അതും ഇതൊക്കെ കേട്ടോ. നമ്മുടെ കുറച്ച് നമുക്കിങ്ങോട്ട് പഠിക്കുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അസൈൻമെൻ്റ് കുറച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ കുറച്ച് പേപ്പറൊക്കെയാണ് ആദ്യം ഇരിക്കുന്നത്. നമുക്ക് മാറ്റി വയ്ക്കാം എന്തായാലും. ദെൻ അടുത്ത പിന്നെ ഞാൻ ചെറുതായിട്ട് നമുക്കിവിടെ ഒരു കുറച്ച് ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ജസ്റ്റ് ഒരു ബാഗ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ആർട്ട് മെറ്റീരിയൽസ് ഒക്കെ അലങ്കോലപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഓരോന്നോരോന്ന് എടുത്ത് വെക്കാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ ആക്രിലിക്കിൻ്റെ ഒരു ബോക്സ് ആട്ടോ. ഇതിൽ നമ്മുടെ ഏറ്റവും അത്യാവശ്യമുള്ള ഫുൾ കളറുള്ള മാത്രമേ നമ്മൾ എടുത്തു വെച്ചുള്ളൂ. ബാക്കി കുറേ വീട്ടിലാണ് ഉള്ള കളർ വെച്ചുള്ള ആക്രിലിക്കിൻ്റെ കുറേ ട്യൂബ്, നമ്മുടെ എന്താ പറയുക ബോട്ടിൽസ് ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ മൈക്രോൺ പെന്നാണ്. എല്ലാം തെളിയുന്നതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രമായിട്ട് എടുത്തു വെച്ചിട്ടുള്ളൂ. കാരണം ഞാൻ പറഞ്ഞല്ലോ ആദ്യം ലഗേജിൻ്റെ ഇതിലുകൊണ്ട് ഏറ്റവും അത്യാവശ്യമുള്ളത് മാത്രമേ എടുത്തു വെച്ചിട്ടുള്ളൂ. പിന്നെ ഇതിലെന്താ നോക്കട്ടോ. ഇതിൽ നമ്മുടെ സ്കെച്ചും കാര്യങ്ങളൊക്കെയാണ്. ജസ്റ്റ് സ്കെച്ച് പെൻസിൽസും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഈ ഒരു ചെറിയ ബോക്സിൽ. അല്ലെങ്കിൽ നമ്മുടെ വർക്ക് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് തുണിക്കാനായിട്ട് ചെറിയ വേസ്റ്റ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതുവരെ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല കേട്ടോ. ഇത് നമ്മുടെ ചാർക്കോൾ പെൻസിലാണ്. നമുക്ക് ഇനി ഏതെങ്കിലുമൊക്കെ ഇതിൽ വെക്കുമ്പം ഉപയോഗിച്ച് നോക്കാം. നമ്മുടെ ചാർക്കോൾ പെൻസിൽ ഇത് ഞാൻ മേടിച്ചിട്ട് കാര്യം പറഞ്ഞാൽ ഒരിടത്തും ഞാൻ ഉപയോഗിച്ച് നോക്കിയാലും ഉപയോഗിക്കണം നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഏതെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ ഒക്കെ ചാർക്കോൾ പെൻസിൽ എടുക്കാം കേട്ടോ. ഞാനിത്
എടുത്ത വീഡിയോ ഒക്കെ ഞാൻ നമ്മുടെ ചാനൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. ദെൻ നമ്മളൊരു പാലറ്റ് എടുത്തിട്ടുണ്ട്, നമ്മുടെ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യാനായിട്ട് കളർ പാലറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കാണിച്ചു കേട്ടോ, നിങ്ങൾക്ക് നോക്കിയേക്കാളാം. ഇതിൽ മൊത്തം ഇങ്ങനെ ഫുൾ അലങ്കോലമായിട്ടുള്ള സംഭവങ്ങളൊക്കെ എടുത്തിട്ടിരിക്കുകയാണ്. ഞാനിതെല്ലാം ഓർഗനൈസ് ചെയ്ത് ഓരോരോ ബോക്സിലേക്ക് ആക്കി വെച്ചതായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ ബോക്സൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലഗേജ് കൂടും, പിന്നെ അന്ന് അത്രയും കൊണ്ടുവരാനുള്ള സ്പേസ് ഇല്ല. അതുകൊണ്ട് ആ ബോക്സൊക്കെ കളഞ്ഞ് ഫുൾ ഒന്നിൻ്റെ കവറൊന്നുമില്ല. അപ്പം ജസ്റ്റ് എല്ലാം പറക്കി കൂട്ടി വെച്ചേക്കുവാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വലിച്ചു വാരി ടെക്നോളജി കിടക്കുന്നത്. പിന്നെ എന്ത് ചെയ്യാം, നമുക്ക് കൊണ്ടുവരണ്ടേ, അതുകൊണ്ട് കൊണ്ടുവന്നതാണ്. അങ്ങനെ നമ്മുടെ ഡോംസിൻ്റെ കളർ പെൻസിലുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രൈസ് അറിയാനായിട്ട് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടോ, പറയാനായിട്ടുള്ളവരുണ്ടെങ്കിൽ ആർക്കെങ്കിലും അതിൻ്റെ പ്രൈസൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ മുമ്പ് വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം. പിന്നെ ഉള്ളത് കുറച്ച് നമ്മുടെ ട്യൂബാണ് അക്രിലിക്കിൻ്റെ. എൻ്റെ കയ്യിലുള്ള ട്യൂബ്സിൽ ഉള്ളതൊക്കെ ഞാൻ എടുത്തുകൊണ്ട് പോകുന്നു ഇങ്ങോട്ട്. ഇതാണ് കുറച്ച് നമ്മുടെ അക്രിലിക്കിൻ്റെ ട്യൂബ്. ഇതിൻ്റെ പ്രൈസ് ഞാൻ നോക്കട്ടെ കേട്ടോ. ഇതിന് ഏകദേശം 100 രൂപയാണ് ഈ ഒരു അക്രിലിക്കിൻ്റെ ട്യൂബിന് വന്നിട്ട്. പിന്നെ ഇതിലും പറയാട്ടോ വേണമെങ്കിൽ ചാർക്കോ പെൻസിൻ്റെ അതിനകത്ത് 55 രൂപ നടക്കുന്നത്. അങ്ങനെ കുറച്ചൊക്കെ നമ്മുടെ പിന്നെ മൈക്രോൺ പെന്നിന് 100 രൂപയാണ് ഓരോ പെൻ വെച്ച്. പിന്നെ നമ്മുടെ ബ്രഷ് പെന്നാണ്. ബ്രഷ് പെൻ കണ്ടോ, ഇത് നമ്മുടെ ചാനൽ നേരത്തെ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 2 വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. കാലിഗ്രഫി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചുകൊണ്ട് ഒരു ട്യൂട്ടോറിയലായിട്ട് 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തുണ്ടെങ്കിൽ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തേക്കാം, കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ബ്രഷ് പെൻ കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം. അതിലൊന്നാണ് നമ്മുടെ കാലിഗ്രഫി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ നോക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഒരു വലിയ സെറ്റ് ഓയിൽ പേസിൽസാണ്. ക്യാമലിൻ്റെ ഓയിൽ പേസിൽസ് ആട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഇതിന് നമ്മൾ ചെയ്യുന്ന ഡ്രോയിങ് വീഡിയോസൊക്കെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചില വീഡിയോസൊക്കെ ഇപ്പോൾ ഷോർട്ടിൽ കടന്ന് വീണ്ടും ഓടുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുമൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് കിഡിലിനായിട്ട് എങ്ങനെ ഓയിൽ പേസിൽസ് യൂസ് ചെയ്യാം, അതുകൊണ്ട് നമുക്കൊരു കിഡിലിന് പെയിൻറ്റിങ് ചെയ്യാനുള്ള വീഡിയോ നമ്മുടെ ചാനൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഏറ്റവും വലിയ എൻ്റെ ഇരിക്കുന്നത്. അത്യാവശ്യം വലിയൊരു സെറ്റാണിത്. ഇതിന് ഏകദേശം 220 രൂപയാണ് നമ്മുടെ ഈ ഒരു ഓയിൽ പേസ്റ്റിൻ്റെ ഈ ഒരു സെറ്റിന്. നല്ല സെറ്റാട്ടോ, എനിക്ക് ഇഷ്ടമായി എന്തായാലും. അടുത്തതായിട്ട് നമ്മുടെ ബ്രഷുകളാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ബ്രഷ് എടുത്ത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ബ്രസിൽസ് ഇങ്ങനെ പോകില്ല ഉപയോഗിച്ച് അത് കഴിയുമ്പോൾ അടുത്തടുത്ത് ബ്രഷ് എടുക്കുന്നതാണ്. പിന്നെ മാക്സിമം നമ്മൾ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുമ്പം കുഴപ്പമില്ലാത്ത എല്ലാ പോയിന്റിലുള്ള ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഈ അലങ്കോലപ്പെട്ട് കിടക്കുന്ന ഇഷ്ടമല്ല, എല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന ഇഷ്ടമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പക്ഷേ ഒരു പെട്ടിയൊന്നും കൊണ്ടുവരാൻ പറ്റില്ലാത്തതുകൊണ്ട് പിന്നെ ഇങ്ങനെ വാരിപ്പറക്കിയിട്ടുണ്ട് പോകുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിനകത്ത് ബ്രഷ് കളക്ഷൻ. കുറച്ചുള്ളൂ കേട്ടോ ഇത്. കുറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ വിചാരിക്കും ഇപ്പോൾ ഇത്രയും കാണിക്കുന്നതാണോ കുറച്ചെന്ന്. അങ്ങനെയല്ല, എല്ലാവരും കുറച്ച് വെച്ചാണ് കൊണ്ടുവന്നത്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് നമ്മുടെ ബ്രഷാണ്, ബ്രഷിൻ്റെ സെറ്റാണ്. ഇതൊക്കെ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വെക്കാനുള്ള ഒരു ഇതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം വഴിയേ. ഒരു ഓർഗനൈസർ കിട്ടുമെങ്കിൽ ഓർഗനൈസർ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വഴി നോക്കാം. പിന്നെ കുറച്ച് നമ്മൾ 2 ട്യൂബ് ഫെവിക്കോൾ എടുത്തിട്ടുണ്ട്. ഒരു ഇതിനകത്ത് ഫെവിക്കോളും മറ്റേതിൽ വേറെ ഫെവിക്കോളിൻ്റെ തന്നെ വേറെ പശ കേട്ടോ. അങ്ങനെ 2 ട്യൂബ് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എന്താ പറയുക, ഇതിനകത്തൊക്കെ ചുമ്മാ വലിച്ചു വരിയിട്ടൊക്കെ കറക്റ്റായിട്ട് പറയാം. ഇത് കുറച്ച് ഗൂഗിൾ ഐസിൻ്റെ സെറ്റാട്ടോ, നമ്മുടെ കയ്യിലുള്ളതാണ്. പിന്നെ നമ്മുടെ ടെർമോക്കോ ബോൾസ്. ഇത് നമ്മുടെ ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞല്ലോ, ഇയർബഡ്സ് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാമെന്ന് ഞാൻ എടുത്തിട്ടേക്കുന്നത്. പിന്നെ നമ്മുടെ ഹോട്ട് ഗ്ലൂ ഉണ്ട്. ഹോട്ട് ഗ്ലൂ ഇതൊക്കെ വെച്ച് നമുക്ക് പറ്റുന്ന പോലെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ചെയ്യാം. ഇപ്പോൾ ക്ലാസ്സൊക്കെ തുടങ്ങിയിട്ട് ക്ലാസ്സിന് പോകണം. ഇവിടെ പിന്നെ നമ്മുടെ ഹോസ്റ്റലൊക്കെ ആയതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഉള്ള സമയത്ത് വീഡിയോസ് ചെയ്യാനായിട്ട് നോക്കാം. അടുത്തായിട്ട് നമ്മുടെ കയ്യിലുള്ളത് പോസ്റ്റർ കളറിൻ്റെ സെറ്റാണ്. ചിലതൊക്കെ തീർന്നു കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കണം എന്തായാലും. ഓക്കെ, അങ്ങനെ പോസ്റ്റർ കളർ തീർന്നു. ഓരോ സാധനങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് വെക്കണുള്ളൂ. അത് വലിയ കാര്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയത്തില്ല കേട്ടോ.
എനിക്കിവിടെ വന്നിട്ട് ഇതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് എടുത്ത് വെക്കണം, അസൈൻമെൻ്റ് ഒക്കെ ചെയ്യണം. അതുകൊണ്ടാണ് പിന്നെ എന്തെങ്കിലും ചെയ്തേക്കാന്ന് വിചാരിച്ചത്. പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് വെള്ളമൊക്കെ എടുത്ത് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഇത്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞില്ല. ഏറ്റവും എനിക്ക് അത്യാവശ്യമുള്ള സാധനം മാത്രമേ കൊണ്ടുവന്നുള്ളൂ. പിന്നെ ഒരു സ്പോഞ്ച്, ജസ്റ്റ് അങ്ങനത്തെ സാധനങ്ങൾ മാത്രം. പിന്നെ കുറച്ച് മാർക്കർ എടുത്തിട്ടുണ്ട്, പെർമനൻറ്റ് മാർക്കേഴ്സ് ആട്ടോ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ പ്രൈസ് കറക്റ്റായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ നേരത്തെ വീഡിയോ ഒന്ന് റെഫർ ചെയ്താൽ മതി. നമ്മുടെ ചാനലിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആർട്ട് മെറ്റീരിയൽസ് നമ്മൾ ഷോപ്പ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും അതിൻ്റെ ഓരോന്നിൻ്റെ പ്രൈസ് ഏതൊക്കെയാണ്. പിന്നെ കുറച്ച് സ്കെയിൽ എടുത്തിട്ടുണ്ട്, 2-3 സ്കെയിൽ കേട്ടോ, പല തരത്തിലുള്ള സ്കെയിലാണ്. ഇന്ന് മറ്റേ സ്ക്വയർ സെറ്റിൻ്റെ സ്കെയിൽ, അങ്ങനത്തെ കുറച്ച് സ്കെയിൽ നമ്മുടെ ആവശ്യമായിട്ടുള്ള കുറച്ച് സ്കെയിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് പിന്നെ നമ്മുടെ ഹോട്ട് ഗ്ലൂവിൻ്റെ ആ ഒരു സ്റ്റിക്ക്, പിന്നെ ഞാൻ എന്താ പറയുക, ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ അധികം ഒന്നുമില്ല. ഇതിനകത്ത് ഇങ്ങനെ ഫുൾ വലിച്ചു വരിയിട്ടിരിക്കുകയാണ്. ഒരു ഓയിൽ പേസ്റ്റിൻ്റെ ഷീറ്റ് ഒരു പാക്കറ്റ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ബോണ്ട് പേപ്പറിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ട്. അങ്ങനെ കുറച്ച് കളേർഡ് പേപ്പറുകൾ, പിന്നെ നമ്മുടെ കാർട്രിഡ്ജ് പേപ്പറും ഐവറി ഷീറ്റും. കാർട്രിഡ്ജ് പേപ്പറിൻ്റെ പ്രൈസ് പറയുകയാണെങ്കിൽ 140 രൂപ അടുത്ത് വരുന്നുണ്ട് കേട്ടോ. A3 സൈസുള്ള കാർട്രിഡ്ജ് പേപ്പറിൻ്റെ. ഐവറിക്കാണെങ്കിൽ 220 സംതിങ് ആണ്. അപ്പോൾ ചിലരൊക്കെ ചോദിക്കാറുണ്ട് ഏത് പേപ്പറിലാണ് ഓരോ വർക്കും ചെയ്യുന്നതെന്ന്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ളതാണെങ്കിൽ നമ്മൾ കാർട്രിഡ്ജ് പേപ്പർ ഉപയോഗിക്കും. അതാകുമ്പോൾ കുറച്ചും കൂടി വാട്ടറിനെ പെട്ടെന്ന് അബ്സോർബ് ചെയ്തിട്ട് അത് കുഴപ്പമില്ല, നല്ല ഫിനിഷ് കിട്ടും. അല്ല ഐവറി ഷീറ്റ് നല്ല സ്മൂത്താണ്. ഇതിന് മെയിനായിട്ട് ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആൾക്കാർ നോക്കുമ്പോൾ 2 സെയിം സൈസുള്ള സെയിം സൈസുള്ള ഷീറ്റാണ്. അപ്പോൾ അതിന് ഡിഫറൻസ് എന്താണെന്ന് വിചാരിക്കും. ഐവറി ഷീറ്റിൽ നല്ല സ്മൂത്തായിട്ടുള്ള സർഫസ് ആയിരിക്കും, പക്ഷെ കാർട്രിഡ്ജ് ഷീറ്റിൽ കുറച്ച് എന്താ പറയുക റഫായിരിക്കും. അതുകൊണ്ട് ആ റഫായിട്ടുള്ളതുകൊണ്ട് ആ കാർട്രിഡ്ജ് പേപ്പർ കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ വാട്ടർ കണ്ടൻറ്റുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോഴും, പിന്നെ ഐവറി യൂസ് ചെയ്യുന്നത് അല്ലാത്ത കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഡ്രോയിങ് നമുക്ക് പെൻസിൽ ഡ്രോയിങ് ചെയ്യുമ്പോൾ അടിപൊളിയായിട്ട് ഐവറി ഷീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വാട്ടർ കളർ മീഡിയം അല്ലെങ്കിൽ പോസ്റ്റർ കളറൊക്കെ ചെയ്യുമ്പോൾ കാർട്രിഡ്ജ് പേപ്പർ ചെയ്യാൻ പറ്റും കേട്ടോ. അതാണ് അതിൻ്റെ തമ്മിലുള്ള വ്യത്യാസം. ഇതിന് GSM നോക്കണോട്ടോ എത്രയാണ് അത് നോക്കിയിട്ട് ഞാൻ പിന്നെ പറയാം. കറക്റ്റായിട്ട് എനിക്കറിയില്ല, അത് നോക്കിയിട്ട് ഞാൻ പിന്നെ വേറൊരു വീഡിയോയിൽ പറയാം കേട്ടോ. അടുത്തായിട്ടുള്ളത് നമ്മുടെ ഡ്രോയിങ് പെൻസിൽസ് ആണ്. അപ്പോൾ ഉള്ള കുറച്ച് പെൻസിൽസ് ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബോക്സിൽ ബാക്കിയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്കിപ്പോൾ തോന്നുന്നു എന്തെങ്കിലും ഐഡിയ വരുമ്പോൾ അപ്പോൾ അത് ചെയ്യാനായിട്ട് ജസ്റ്റ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ്. കുറച്ച് ഐഡിയപരമായി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പാകത്തിനുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. കുറച്ച് നൂല്, പിന്നെ എന്താ ഐസ്ക്രീം സ്റ്റിക്ക്, പിന്നെ കുറച്ച് ബേസിക്സ് ആയിട്ട് ആവശ്യമുള്ള കുറച്ച് ടൂൾസ് ഒക്കെ എടുത്തിട്ടുണ്ട്. കട്ടർ ലൈക്ക് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും. പിന്നെ നമ്മുടെ ഉള്ളത് വാട്ടർ കളറിൻ്റെ ഒരു ചെറിയൊരു കേക്കിൻ്റെ സെറ്റ് ഉണ്ട്. ഇതിന് ഏകദേശം 70 രൂപയ്ക്ക് അടുത്ത് വരും കേട്ടോ ഈ ഒരു ചെറിയ സെറ്റിന്. ഇതിൽ 24 ഷെയ്ഡ്സ് ആണുള്ളത്. പക്ഷെ കുഴപ്പമില്ല, ഞാൻ അത്യാവശ്യം യൂസ് ചെയ്ത് കുറച്ച് തീരെ റേറ്റുണ്ട്. അടുത്ത് ഇനി ജസ്റ്റ് ഒരെണ്ണം എടുക്കണം. പിന്നെ കുറച്ച് നമുക്ക് ആവശ്യം വരും എന്ന് തോന്നുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ആ ഒരു ലാസ്റ്റ് മിനിറ്റ് ആയപ്പോഴേക്കും കൂടുതൽ കുറച്ച് സംഭവങ്ങളൊക്കെ ആയിരിക്കും പറക്കി ഇട്ടാട്ടോ. പിന്നെ നമുക്ക് പിന്നെ വൈറ്റ് പെൻ എടുത്തിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള കുറച്ച് ടൂൾസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ടൂൾസും സംഭവങ്ങളും അതുമൊക്കെ ആവശ്യമായിട്ട് വരും. നമുക്ക് ഓരോരോ സംഭവങ്ങൾ ചെയ്യുമ്പം ചിലപ്പോൾ നമ്മൾ വിചാരിക്കും അത് വേണം ഇത് വേണം അത് കട്ട് ചെയ്യണം ഇത് കെട്ടണം എന്നൊക്കെ വിചാരിച്ച് ഇരിക്കുമ്പോൾ ചെയ്യാനൊക്കെ ആയിട്ട് അതിന് കുറച്ച് ടൂൾസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇതിൽ കുറേ സാധനങ്ങൾ വലിച്ചു വരിയിട്ട് ഇവരുണ്ട്. അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ സാധിക്കില്ല. ചില എന്താ പറയുക പിക്കർ, പ്ലക്കേഴ്സ്, അത് കുറച്ച് പെൻസിൽ, അങ്ങനത്തെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഇതിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി കാണിച്ചു തരട്ടെ ഈ സംഭവങ്ങൾ എന്തോരൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നതെന്ന്. പക്ഷെ കുറച്ച് സാധനങ്ങളെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. എനിക്ക് വിഷമമുണ്ട് കുറച്ച് സാധനങ്ങളെ കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നുള്ളതിൽ. എല്ലാ സാധനങ്ങളും പക്ഷേ നമ്മൾ എങ്ങനെയെങ്കിലും അതിന് അടുത്ത ദിവസം ആരെങ്കിലും വരുമ്പോഴോ അല്ലെങ്കിൽ കൊറിയറായിട്ടൊക്കെ നമ്മൾ എങ്ങനെയായാലും സംഭവങ്ങളൊക്കെ ഇവിടെ എത്തിക്കുന്നതാണ്. എന്നാലാണ് നമ്മുടെ ബാക്കിയുള്ള ഭാവി പരിപാടികളെ കറക്റ്റായിട്ട് നടക്കത്തുള്ളൂ. എന്നാലും നമ്മൾ വീഡിയോ ഇട്ടോ, നിങ്ങൾ അത് ഓർത്ത് പേടിക്കേണ്ട. നമ്മൾ ഡെയിലി ആഴ്ചയിൽ 2 ദിവസമെങ്കിലും വീഡിയോ ഇടാനായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ക്ലാസ്സിൽ പോകണം, ക്യാമ്പസിൽ നിന്ന് തൊട്ടടുത്ത് തന്നെ കേട്ടോ. ഞാൻ ഇപ്പോൾ ക്യാമ്പസ് ടൂർ ഇതിന് മുമ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കൊടുത്തേക്കാം, അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ മതി. എനിക്കപ്പോൾ കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞായിരിക്കും കേട്ടോ ചിലപ്പോൾ ഈ ഒരു
ടൂർ നമ്മുടെ ക്യാമ്പസ് ടൂർ ഇടുന്നത്, അല്ലെങ്കിൽ അതിന് മുമ്പായിരിക്കും ഇടുന്നത്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ചാനൽ കയറി ഒന്ന് ചെക്കൗട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നമ്മുടെ ആർട്ട് മെറ്റീരിയൽസ് മൊത്തം ഒന്ന് കാണാം കേട്ടോ. ഇത് നമ്മുടെ ഹോസ്റ്റൽ റൂമാണ്. അപ്പോൾ എൻ്റെ റൂമിൽ ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ, ഇനി വേറെ ആൾ വരാനുണ്ട്. അതിനിപ്പോൾ ആരാന്നറിയില്ല, ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മുടെ പറ്റുവാണെങ്കിൽ റൂം പിന്നെ നമ്മൾ എപ്പോഴെങ്കിലും ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമ്പോഴോ അല്ലാത്തപ്പോഴോ എല്ലാവരും കാണിക്കാൻ ഞാൻ ശ്രമിക്കാം കേട്ടോ. വളരെ ചില്ലറ സംഭവങ്ങളൊക്കെയാണ് എടുത്തിട്ടിരിക്കുന്നത്. ഇന്ന് പിന്നെ രാവിലെ തൊട്ട് ഓൺലൈൻ ക്ലാസ് ആണ്, ഉച്ച കഴിഞ്ഞാണ് ഓഫ്ലൈൻ സെക്ഷൻ. അപ്പോൾ അതുകൊണ്ടാണ് കിട്ടിയ സമയത്താണ് നമ്മുടെ പരിപാടിയൊക്കെ തുടങ്ങാനായിട്ട് എല്ലാ സംഭവങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് ഇട്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് അസൈൻമെൻറ്റ് ഇതിനിടയ്ക്ക് ചെയ്യാനാണ് കേട്ടോ. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇങ്ങനെ ഇപ്പം തന്നെ എടുത്ത് ആ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നമ്മൾ ഇതൊക്കെ ഇനി ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണം, അതാണ് നമ്മുടെ നെക്സ്റ്റ് ടാസ്ക്. അവിടെ നമുക്കൊരു സ്റ്റഡി ടേബിൾ ഉണ്ട്, പിന്നെ ഇതിൻ്റെ തൊട്ടിപ്പുറമായിട്ട് നമുക്കൊരു വാൾഡ്രോബ് ഉണ്ട് കേട്ടോ. ആ ഒരു എല്ലാത്തിലും ഒന്ന് ഇത് മൊത്തം ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണം, അതാണ് നമ്മുടെ ടാസ്ക്. പിന്നെ ഇത് കണ്ടോ, ഇങ്ങനെയൊക്കെ നമ്മുടെ റിംഗ് ലൈറ്റും നമ്മുടെ ട്രൈപോഡും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സമയം കിട്ടും പോലെ വീഡിയോസിൽ നിങ്ങളെ കാണാനായിട്ട് വരാം, അല്ലെങ്കിൽ നമുക്ക് ലൈവൊക്കെ ഇടയ്ക്ക് വരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ. ദിസ് ഇസ് ഡിനിറ്റ് പി നോബിൾ സൈനിങ് ഔട്ട് ഫ്രം ആർട്ട് ഈസ് മൈ പാഷൻ. എൻ്റെ പാഷൻ ആർട്ടാണ്. നിങ്ങളുടെ പാഷൻ നിങ്ങൾ തിരിച്ചറിയുക, ആ പാഷൻ നിങ്ങൾ ഫോളോ ചെയ്ത് ജീവിതം സന്തോഷകരമായി മുന്നോട്ട് നിൽക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ടാറ്റ ബൈ.